നമസ്കാരം. ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ചികിത്സ തേടിയ എം ശിവശങ്കർ ആശുപത്രിയിൽ തുടരുന്നു. ഇസിജിയിൽ വ്യത്യാസം കണ്ടതിനെ തുടർന്ന് ശിവശങ്കറിനെ ഇന്നലെ കാർഡിയാക് ഐസിയുവിലേക്ക് മാറ്റിയിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ ഇന്നലെ കസ്റ്റംസ് ചോദ്യം ചെയ്യലിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് എം ശിവശങ്കറിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിവരങ്ങളുമായി വി ആർ കാർത്തിക് തിരുവനന്തപുരത്തു നിന്നും ചേരുന്നു. കാർത്തിക്, ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇസിജി വേരിയേഷൻ കാണിച്ചിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഡോക്ടർമാർ പരിശോധന തുടരുന്നുണ്ടോ? എം ശിവശങ്കറിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഇന്നും വിശദമായ പരിശോധന നടക്കും. രാവിലെ തന്നെ ഇസിജി ഒരിക്കൽ കൂടി എടുക്കും. കഴിഞ്ഞ ദിവസമുണ്ടായ വ്യതിയാനത്തിൽ മാറ്റമുണ്ടോ എന്നടക്കമുള്ള പരിശോധനകളാവും ഇന്ന് ഉണ്ടാവുക. രക്തസമ്മർദ്ദം ഉയരുന്നതായും അദ്ദേഹം കഴിഞ്ഞ ദിവസം കസ്റ്റംസിനെ അറിയിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന നടക്കും. ആൻജിയോഗ്രാം അദ്ദേഹത്തിന് നടത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം ആശുപത്രി അധികൃതർ തന്നെ വ്യക്തമാക്കിയത്. ഏതായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യ പുരോഗതി അനുസരിച്ചിരിക്കും കസ്റ്റംസിന്റെ തുടർ നീക്കങ്ങൾ. അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച വിശദാംശങ്ങൾ അറിയിക്കണം എന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനനുസരിച്ചിരിക്കും ഇനി അങ്ങോട്ടുള്ള കസ്റ്റംസിന്റെ തുടർ നീക്കങ്ങൾ. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം വളരെ നാടകീയമായ സംഭവങ്ങൾക്കാണ് തലസ്ഥാന നഗരം ഇന്നലെ വൈകിട്ട് സാക്ഷ്യം വഹിച്ചത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പൂജപ്പുരയിലെ എം ശിവശങ്കറിന്റെ വസതിയിലെത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിനായി കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ചോദ്യം ചെയ്യലിനായി കസ്റ്റംസിന്റെ വാഹനത്തിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. അതിനിടയിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഉയർന്ന രക്തസമ്മർദ്ദവും അനുഭവപ്പെട്ടിരുന്നു. അദ്ദേഹം രക്തസമ്മർദ്ദത്തിന് ഗുളിക വാങ്ങിത്തരാൻ കസ്റ്റംസ് ഡ്രൈവറോട് തന്നെ ആവശ്യപ്പെട്ടു. ഇതിനിടയിലാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ അസ്വസ്ഥതകൾ അദ്ദേഹം പ്രകടിപ്പിച്ചതും അദ്ദേഹത്തെ തുടർന്ന് കിള്ളിപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയതും. ഏതായാലും ഇപ്പോൾ 10 മണിക്കൂറിലധികം പിന്നിടുന്നു. സ്വാഭാവികമായും ഇന്ന് രാവിലെ വിശദമായ പരിശോധനകൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഉണ്ടാകും. ഇതിനനുസരിച്ചായിരിക്കും കസ്റ്റംസിൻ്റെ തുടർ നീക്കങ്ങൾ. NIA ഉദ്യോഗസ്ഥരടക്കം ഇന്നലെ സ്വകാര്യ ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് അനൗദ്യോഗികമായി PRS ഹോസ്പിറ്റൽ അധികൃതർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം, ആരോഗ്യനില സംബന്ധിച്ച കൂടുതൽ വ്യക്തത, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ, ഇക്കാര്യങ്ങളിലൊക്കെ ഒരു ഔദ്യോഗിക വിശദീകരണം ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഇന്നും പ്രതീക്ഷിക്കുന്നു. ഏതായാലും ശിവശങ്കറിനെ ഇന്നലെ നാടകീയമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള കസ്റ്റംസിന്റെ നീക്കം കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്കും ഇടയാക്കുകയാണ് നിലവിൽ. ശരി കാർത്തിക, ഇന്നലെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എം ശിവശങ്കർ ആശുപത്രിയിൽ തുടരുകയാണ്. വിവരങ്ങളായിരുന്നു വി ആർ കാർത്തിക നൽകിയത്. ഇന്നലെ വൈകിട്ട് 7 മണിയോട് കൂടിയാണ് എം ശിവശങ്കറെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വൈകിട്ട് ശിവശങ്കറിന്റെ വീട്ടിലെത്തിയ കസ്റ്റംസ് സംഘത്തിനൊപ്പം വാഹനത്തിൽ കയറിയപ്പോഴായിരുന്നു ദേഹാസ്വാസ്ഥ്യം. ശിവശങ്കറിന്റെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നെങ്കിലും ഡോക്ടർമാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം കസ്റ്റംസ് NIA സംഘം ആശുപത്രിയിൽ നിന്ന് മടങ്ങുകയായിരുന്നു. വൈകിട്ട് 5:30 കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തെ പൂജപ്പുരയിലെ വസതിയിലെത്തിയ ശിവശങ്കറിനെ കാത്ത് കസ്റ്റംസ് സംഘം. കസ്റ്റഡിയിലെടുക്കാനായിരുന്നു കസ്റ്റംസിന്റെ നീക്കമെന്നാണ് സൂചന. കസ്റ്റംസ് സംഘത്തിന്റെ വാഹനത്തിൽ കയറിയ ശിവശങ്കറിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. കസ്റ്റംസ് വാഹനത്തിൽ തന്നെ ശിവശങ്കറിനെ കരമനയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. കാർഡിയാക് ഐസിയുവിൽ പ്രവേശിപ്പിച്ച ശിവശങ്കറിന് ECG പരിശോധനയിൽ നേരിയ വ്യതിയാനം കണ്ടെത്തി. കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ രാമമൂർത്തിയും NIA സംഘവും ആശുപത്രിയിലെത്തി. ശിവശങ്കറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കുമെന്ന് അഭ്യൂഹമുയർന്നെങ്കിലും ഡോക്ടർമാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം സംഘം മടങ്ങുകയായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ 70 മണിക്കൂറോളം 3 കേന്ദ്ര ഏജൻസികൾ ശിവശങ്കറെ ചോദ്യം ചെയ്തിരുന്നെങ്കിലും അറസ്റ്റിലേക്ക് എത്താനുള്ള തെളിവുകൾ ലഭിച്ചിരുന്നില്ല. ഇന്നലെ വൈകിട്ട് BJP ദേശീയ ആസ്ഥാനത്ത് കേന്ദ്രമന്ത്രി V മുരളീധരനും BJP ദേശീയ നേതാക്കളും സ്വർണ്ണക്കടത്തിൽ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ശിവശങ്കറുമായി ബന്ധപ്പെട്ട നാടകീയ നീക്കങ്ങളെന്നതും ശ്രദ്ധേയം. ന്യൂസ് 18 തിരുവനന്തപുരം. വിദേശത്തേക്ക് നോട്ട് കടത്തിയതായി ആരോപിച്ച് സ്വപ്നയ്ക്കും സരത്തിനുമെതിരെ കസ്റ്റംസ് പുതിയ കേസെടുത്തു. ശിവശങ്കറിന് ഒപ്പമുള്ള വിദേശയാത്രയിലാണ് സ്വപ്ന നോട്ട് കടത്തിയത് എന്നാണ് ആരോപണം. സ്വപ്നയുടെയും സരത്തിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് കസ്റ്റംസ് ഇന്നലെ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയെ സമീപിച്ചെങ്കിലും മതിയായ രേഖകൾ ഇല്ലാത്തതിനാൽ കോടതി അറസ്റ്റ് അനുവദിച്ചില്ല. രേഖകളുമായി തിങ്കളാഴ്ച എത്താൻ കോടതി നിർദ്ദേശം നൽകി. ജോസ് കെ മാണിയുടെ ഇടതുമുന്നണി പ്രവേശനം അടുത്തയാഴ്ച ഉണ്ടാകും. നാളെ CPM-ന്റെയും CPI-യുടെയും സംസ്ഥാന സെക്രട്ടറിമാർ കൂടിക്കാഴ്ച നടത്തും. അടുത്തയാഴ്ച അവസാനത്തോടെ ഇടതുമുന്നണി യോഗം ചേർന്ന് കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തെ മുന്നണിയുടെ ഭാഗമാക്കും.
അതിവേഗം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് ഇടതുമുന്നണി തീരുമാനം. സംവരണ വാർഡുകൾ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. അടുത്തത് സീറ്റ് വിഭജനമാണ്. മുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞതിനാൽ അവരെ കൂടി സീറ്റ് വിഭജന ചർച്ചകളിലൂടെ ഭാഗമാക്കും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശന കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നിർദ്ദേശിച്ചത്. പുതിയ കക്ഷികളെ മുന്നണിക്ക് പുറത്തുനിന്ന് സഹകരിപ്പിച്ച ശേഷം മുന്നണിയുടെ ഭാഗമാക്കുകയാണ് ഇടതുമുന്നണിയുടെ രീതി. പക്ഷേ ജോസ് കെ മാണിക്ക് അത്തരമൊരു നിരീക്ഷണഘട്ടമുണ്ടാകില്ല. നേരത്തെ തന്നെ മുന്നണി പ്രവേശനം ലഭിക്കും. ജോസ് വിഭാഗത്തിന്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ച് LDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. അത് സംബന്ധിച്ച് LDFന്റെ അടുത്ത് ചേർന്ന സംസ്ഥാന കമ്മിറ്റി ഇതിന്റെ പ്രായോഗികമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്തുന്നതായിരിക്കും. നാളത്തെ CPM CPI ചർച്ച കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ വേഗത്തിലാക്കും. തൊട്ടുപിന്നാലെ CPI യോഗവും ശേഷം ഇടതുമുന്നണിയും ചേരും. പാലാ സീറ്റിൽ NCP തർക്കമുന്നയിക്കുന്നുണ്ടെങ്കിലും അത് സംബന്ധിച്ച് ചർച്ചകൾ ഉടനുണ്ടാകില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിറവിക്ക് ഇന്ന് 100ന്റെ നിറവ്. 1920 ഒക്ടോബർ 17 സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന താഷ്കെറ്റിൽ ആണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്. പാർട്ടി രൂപീകരണത്തിന്റെ ഒരു നൂറ്റാണ്ട് CPMന്റെ നേതൃത്വത്തിൽ വിപുലമായാണ് ആചരിക്കുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ ചെങ്കൊടി തിളക്കത്തിന് ഒരു നൂറ്റാണ്ട്. MN റോയ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ താഷ്കെൻഡിൽ ചേർന്ന യോഗത്തിലായിരുന്നു ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകാനുള്ള തീരുമാനം. 5 വർഷത്തിനു ശേഷം ഡിസംബർ 26 കാൺപൂരിൽ വെച്ച് CPI പിറവിയെടുത്തു. ബോംബെയിലും കൽക്കട്ടയിലും തെലങ്കാനയിലും കേരളത്തിലും ട്രേഡ് യൂണിയൻ കർഷക മുന്നേറ്റങ്ങൾ, ജന്മിവാഴ്ചയ്ക്കെതിരെ ഐതിഹാസിക പോരാട്ടങ്ങൾ, കയ്യൂരും കരിവെള്ളൂരും പുന്നപ്ര വയലാറും തേപാകയും അങ്ങനെ. രക്തം ചിന്തിയ സമരകാഹളങ്ങൾക്കിടയിൽ കരുത്താർജിക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. 64 പിളർപ്പിനു ശേഷവും രാജ്യത്തെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ നിർണായക ശക്തിയായി CPMഉം CPIയുമെല്ലാം. 57 ബാലറ്റിലൂടെ ഐക്യകേരളത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ. പിന്നെ ബംഗാളിലും ത്രിപുരയിലും 3 സംസ്ഥാനങ്ങളിലും ദശകങ്ങൾ കൊടികുത്തി വാണു. 1996 മൂന്നാം മുന്നണിയുടെ പ്രധാനമന്ത്രിയായി ജ്യോതി ബസുവിന്റെ പേര് ഉയർന്നു കേട്ടു. എന്നാൽ പാർട്ടിക്കുള്ളിൽ നിന്നുയർന്ന എതിർപ്പ് കപ്പിനും ചുണ്ടിനുമിടയിൽ അവസരം നഷ്ടപ്പെടുത്തി. ഒരുപക്ഷെ മറിച്ചായിരുന്നെങ്കിൽ 3 സംസ്ഥാനങ്ങളിൽ മാത്രം സാന്നിധ്യമുള്ള പാർട്ടി എന്ന ദുഷ്പേരിന് അന്ത്യം കുറിക്കുമായിരുന്നു. ചരിത്രപരമായ വിഡ്ഢിത്തം ഇല്ലായിരുന്നെങ്കിൽ ഇനിയും വേരോട്ടമുണ്ടാകുമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നവർ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. ശേഷം ആദ്യം ബംഗാളിലും പിന്നീട് ത്രിപുരയിലും അടിതെറ്റി. അധികാരക്കണക്കിൽ കേരളത്തിലൊതുങ്ങി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണം. എങ്കിലും ചോര കുതിർന്ന മണ്ണിൽ വീറോടെ നിന്ന ഭൂതകാലമാണ്. നൂറ്റാണ്ട് പിന്നിടുമ്പോഴും സൈദ്ധാന്തിക അടിത്തറ മാറാതെ പ്രസക്തിയോടെ നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഊർജം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നിയന്ത്രണങ്ങളോടെ ദർശനം. 7 മാസത്തിനു ശേഷം ശബരിമലയിൽ ഭക്തരെ പ്രവേശിപ്പിച്ചു തുടങ്ങി. ശക്തമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ദർശന സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പും ഇന്ന് നടക്കും. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് സന്നിധാനത്ത് നിന്നും ചേരുന്നു. ശ്രീജിത്ത്, ഭക്തർ എത്തി തുടങ്ങിയിട്ടുണ്ടോ? കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒരു ദർശനമല്ലേ രാവിലെ? അത്തരത്തിലുള്ള ഒരു ദർശനത്തിനല്ലേ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്? അയ്യപ്പ ഭക്തരായി ഉള്ള ഒരാൾ മാത്രമാണ് ഇതുവരെ ദർശനം നടത്തിയത്. പുലർച്ചെ ഏതാണ്ട് 3 മണി മുതലാണ് നിലയ്ക്കലിൽ പരിശോധനകൾ പൂർത്തിയാക്കി ആളുകളെ കടത്തിവിടാൻ തുടങ്ങിയത്. 3 മണി തൊട്ടിലാണ് പരിശോധന തുടങ്ങിയത്. അതായത് നേരത്തെ കോവിഡ് പരിശോധന പൂർത്തിയാക്കിയവർക്ക് ഇവിടേക്ക് വരാനുള്ള സാഹചര്യം ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ വരായിരുന്നു. അല്ലാത്തവർക്ക് അവിടെ സ്വാബ് എടുത്ത് പരിശോധന നടത്തുന്നതിനുള്ള സൗകര്യമാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരാൾ മാത്രമാണ് 18-ാം പടി ചവിട്ടി വന്നിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇവിടുത്തെ ജീവനക്കാരെ, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ദർശനം നടത്തുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അല്പസമയം കൂടി കഴിഞ്ഞാൽ കൂടുതൽ ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 3 മണിക്ക് ഏതാണ്ട് 50ഓളം ഭക്തരായിരുന്നു അവിടെ ദർശനത്തിന് കാത്ത്
ഈ കോവിഡ് പരിശോധനയ്ക്കായി കാത്തു നിൽക്കുന്നത്. എന്തായാലും കനത്ത സുരക്ഷയും മറ്റും ഇത്തവണയും ഒരുക്കിയിട്ടുണ്ട്. 8 മണിയോടുകൂടിയാണ് മേൽശാന്തി ദർശനം. ശബരിമലയിൽ ഏതാണ്ട് 9 പേരാണ് മേൽശാന്തിമാരായി കാത്ത് പട്ടികയിൽ കാത്ത് നിൽക്കുന്നത്. മാളികപ്പുറത്ത് 10 പേരും ഈ പട്ടികയിലുണ്ട്. പന്തളം രാജകൊട്ടാരത്തിൽ നിന്ന് പ്രതിനിധികളായി തെരഞ്ഞെടുത്ത 2 കുട്ടികളാണ്, കൗശിക് വർമ്മയും ഋതികേഷ് വർമ്മയുമാണ് നറുക്കെടുക്കുന്നത്. ഏതാണ്ട് 8 മണിയോടുകൂടി ആയിരിക്കും ആ ചടങ്ങുകൾ ഉണ്ടാകുക. എന്തായാലും ഇവിടെ തങ്ങുന്നതിനടക്കം ഭക്തർക്ക് തങ്ങുന്നതിനടക്കമുള്ള ക്രമീകരണങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ ഭക്തർക്ക് സ്നാനത്തിനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. പ്രത്യേക ഷവറുകൾ ഏർപ്പെടുത്തും എന്ന രീതിയിലായിരുന്നു വാർത്തകൾ വന്നത്. പമ്പയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? പമ്പയിലും നിലയ്ക്കലും ഇതിന് പകരം ചില സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ഷവർ ബാത്തുകൾ ഏർപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ ഏതാണ്ട് ക്രമീകരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും പമ്പ നദിയിൽ സ്നാനം ചെയ്യുന്നതിനുള്ള സാഹചര്യം ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്തായാലും ഭക്തർ എത്താൻ തുടങ്ങുന്നേ ഉള്ളൂ. ഈ 250 പേർ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഒരു 50 പേരൊക്കെ ആയിരിക്കും കയറി വരിക. അതുകൊണ്ട് തന്നെ അവർക്ക് എത്തുന്നവർക്ക് ഈ വളരെ സുഗമമായി തന്നെ ദർശനം നടത്താൻ സാധിക്കും. 18-ാം പടി കടന്നാൽ ഗോപുരത്തിന്റെ ഈ കൊടിമരത്തിന്റെ വലത് ഭാഗത്തുകൂടിയാണ് ഇവിടേക്ക് കടന്നു വരാനുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണ കാണുന്നത് പോലെ ഈ ഫ്ലൈ ഓവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെയുള്ളതല്ല രീതിയല്ല ഇത്തവണ ഉണ്ടാകുക. അങ്ങനെ അതെല്ലാം വിജനമായി കിടക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഏതാണ്ട് ഇത്രയും മാസങ്ങൾക്ക് ശേഷം, മാർച്ച് പോലും ഉണ്ടായിരുന്നില്ല, ഫെബ്രുവരിക്ക് ശേഷം ആദ്യമായാണ് ഇത്തരത്തിലൊരു ദർശനത്തിന് ഭക്തർക്ക് അവസരം ഉണ്ടാകുന്നത്. വളരെ ഏതാണ്ട് 2 മണിക്കൂർ കൊണ്ട് തന്നെ ഈ 5 ദിവസത്തേക്കുള്ള ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗും പൂർത്തിയായിരുന്നു. എന്തായാലും അന്യസംസ്ഥാനം, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള ഭക്തരാണ് ഇന്നും കൂടുതലായി ഇവിടേക്ക് എത്തുന്നത് എന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ശരി, വിവരങ്ങളായിരുന്നു ജി ശ്രീജിത്ത് നൽകിയത്. CPM പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറിയുടെ കൊലപാതകത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഇയാൾ സ്വദേശി ഷമീറാണ് പിടിയിലായത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയപ്പോഴാണ് ഷമീർ പിടിയിലാകുന്നത്. അക്രമം നടക്കുമ്പോൾ ഷമീർ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം ഷമീർ CPM പ്രവർത്തകൻ ആണെന്നും കൊലപാതകത്തിൽ CPMന്റെ കള്ളം പൊളിഞ്ഞതായും BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ പറഞ്ഞു. സംസ്ഥാനത്ത് കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം കുറയുന്നു. ഒരാഴ്ചയായി ശരാശരി 52,000 കോവിഡ് പരിശോധനകൾ മാത്രമാണ് നടക്കുന്നത്. ടെസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞതോടെ കോവിഡ് രോഗികളുടെ എണ്ണത്തിലും കുറവ് രേഖപ്പെടുത്തുന്നു. ഈ മാസം 7-ന് 73,000-ലധികം പരിശോധനകൾ സംസ്ഥാനത്ത് നടത്തിയിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ പരിശോധന കുറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായി ശരാശരി 52,000 പരിശോധനകളായി കുറഞ്ഞു. ഈ മാസം 10-ാം തീയതിയാണ് 11,755 എന്ന പ്രതിദിന കോവിഡ് രോഗികളുടെ ഏറ്റവും ഉയർന്ന കണക്ക് റിപ്പോർട്ട് ചെയ്തത്. പിന്നാലെ പരിശോധന കുറഞ്ഞതോടെ രോഗികളുടെ എണ്ണവും കുറഞ്ഞു. ഇപ്പോൾ ദിനംപ്രതി 7,800 രോഗികളുടെ കണക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 15-ന് അടുത്തായിട്ടും ആരോഗ്യവകുപ്പ് കോവിഡ് പരിശോധനകൾ കൂട്ടുന്നില്ലെന്ന വിമർശനം ഉയരുന്നുണ്ട്. നിലവിലെ ICMR മാർഗനിർദ്ദേശപ്രകാരമുള്ള നടപടിക്രമങ്ങൾ സങ്കീർണമാണെന്നും ഇതിനാലാകും പരിശോധന കുറയുന്നത് എന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ അനൌദ്യോഗിക വിശദീകരണം. കൂടാതെ ദിവസവും 50,000-ൽ കുറയാതെ പരിശോധന നടത്തണമെന്ന നിർദ്ദേശമേ ലഭിച്ചിട്ടുള്ളൂ എന്നും അത് നടക്കുന്നുണ്ട് എന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. കോവിഡ് പ്രാഥമിക സമ്പർക്കത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത എല്ലാവരെയും പരിശോധിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം നൽകിയതായും സൂചനയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. യൂറോപ്പിൽ രോഗവ്യാപനം രൂക്ഷമായതോടെ ലോകത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വൻ വർധന. 24 മണിക്കൂറിനിടെ 4 ലക്ഷത്തിലേറെ പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 11 ലക്ഷത്തിലേറെ പേരാണ് ഇതുവരെ മരിച്ചത്. അമേരിക്കയിലും ഇന്നലെ രോഗബാധിതരുടെ പ്രതിദിന എണ്ണത്തിൽ വർധനവുണ്ടായി. 70,000-ന് അടുത്താണ് ഇന്നലെ മാത്രം US-ലെ രോഗബാധിതർ. ഫ്രാൻസിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന രാത്രികാല കർഫ്യൂ പ്രാബല്യത്തിൽ വന്നു. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോര് ശക്തമാക്കി മുന്നണികൾ. നിതീഷ് കുമാറിന്റെ JDU സഖ്യത്തിന് ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന തേജസ്വി യാദവ് ചെറുപ്പക്കാരെ ലക്ഷ്യം വെച്ചുള്ള പ്രചാരണമാണ് നടത്തുന്നത്. വർഷങ്ങളായി RJDയുടെ അജണ്ട നിശ്ചയിച്ചിരുന്ന ലാലു പ്രസാദ് യാദവിന്റെ പേര് പോലും പരാമർശിക്കാതെയാണ് മകൻ തേജസ്വിയുടെ പ്രചാരണം. സമൂസയിൽ ആലു ഉള്ളിടത്തോളം കാലം ബീഹാറിൽ ലാലുവും ഉണ്ടാകും. 2013-ൽ രാഷ്ട്രീയ എതിരാളികളോട് ലാലു പ്രസാദ് യാദവിന്റെ മറുപടിയായിരുന്നു ഇത്. 7 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രചാരണം കൊഴുക്കുമ്പോൾ ബീഹാറിൽ എവിടെയും ലാലുവില്ല. പ്രചാരണത്തിനുള്ള പോസ്റ്ററുകളിൽ നിന്ന്
ലാലു പ്രസാദ് യാദവ്, റാബ്രി ദേവി എന്നിവരുടെ ചിത്രങ്ങൾ പൂർണ്ണമായും അപ്രത്യക്ഷമായി. തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊന്നും നേതാക്കൾ ആ പേര് പരാമർശിക്കുന്നുമില്ല. കാലിത്തീറ്റ കുംഭകോണക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് റാഞ്ചി ജയിലിൽ കഴിയുന്ന ലാലുവിന്റെ അഭാവത്തിൽ മകൻ തേജസ്വി യാദവാണ് പാർട്ടിയെ നയിക്കുന്നത്. പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയായ തേജസ്വിക്കും അഴിമതിയിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ് JDU രാഷ്ട്രീയ കാർഡിറക്കി കളിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇതോടെയാണ് ലാലുവിനെ പൂർണ്ണമായും നീക്കിയത്. ചെറുപ്പക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തേജസ്വിയുടെ പ്രചാരണം. അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ 10 ലക്ഷം ചെറുപ്പക്കാർക്ക് ജോലി നൽകാൻ തീരുമാനമെടുക്കുമെന്നാണ് യുവാക്കളെ ലക്ഷ്യം വെച്ചുള്ള പ്രധാന വാഗ്ദാനം. 26-ാം വയസ്സിൽ ഉപമുഖ്യമന്ത്രിയും 30-ാം വയസ്സിൽ പ്രതിപക്ഷ നേതാവുമായ ഈ മുൻ ക്രിക്കറ്റ് താരത്തെ യുവാക്കൾ ഔട്ടാക്കില്ല എന്നാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രതീക്ഷ. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. IPL ആവേശം. മോയൻ സ്കൂളിൽ നടപ്പിലാക്കുന്ന ഡിജിറ്റലൈസേഷൻ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമമെന്ന് ഷാഫി പറമ്പിൽ MLA. കെൽട്രോണും IT അറ്റ് സ്കൂളുമാണ് പദ്ധതി അനന്തമായി നീളാൻ കാരണമെന്നാണ് MLAയുടെ ആരോപണം. പദ്ധതി ക്രമക്കേടിന് പിന്നിൽ MLA ആണെന്ന് ആരോപിച്ച് ഇടതു സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. പാലക്കാട് മോയൻസ് സ്കൂളിൽ നടപ്പിലാക്കുന്ന ഡിജിറ്റലൈസേഷൻ പദ്ധതിയിൽ ഇടത് സംഘടനയായ KSTA ക്രമക്കേട് ആരോപിച്ചതോടെയാണ് മറുപടിയുമായി ഷാഫി പറമ്പിൽ MLA രംഗത്ത് വന്നത്. രാജ്യത്തിന് അഭിമാനമാവേണ്ട പദ്ധതി അട്ടിമറിക്കാൻ ശ്രമം നടക്കുകയാണെന്നാണ് MLAയുടെ വാദം. മന്ത്രി അനുകൂലമായിട്ടും ഉദ്യോഗസ്ഥ പിടിവാശിയാണ് പദ്ധതി പൂർത്തിയാവാത്തതിന് കാരണമെന്ന് ഷാഫി പറമ്പിൽ. 3 മാസത്തെ ഇടവേളയിൽ അല്ലെങ്കിൽ 25/1/2020 24/3/2020 തമ്മിൽ 2 ടെൻഡർ 4 ടെൻഡർ ഒരു പ്രൊജക്ടിന് വിളിക്കുന്ന ഒരു സാഹചര്യം കെൽട്രോൺ എന്തിനാണ് ഉണ്ടാക്കുന്നത്? IT ഉപകരണങ്ങൾ സ്ഥാപിക്കേണ്ട കെൽട്രോൺ പണം അനുവദിച്ചിട്ടും അനാവശ്യമായി നടപടികൾ നീട്ടിക്കൊണ്ടുപോവുകയാണ്. IT അറ്റ് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഈ പ്രൊജക്ടിന്റെ തുടക്കം തൊട്ട് ഇതിനെ തുരങ്കം വെക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. 8 കോടിയുടെ പദ്ധതിയിൽ 2,21 ലക്ഷം രൂപ മാത്രമാണ് ചെലവഴിച്ചത്. സ്കൂളിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ കാണാനില്ല എന്ന ആരോപണം വസ്തുത അറിയാതെയാണ്. ഈ മാസം 21 നടക്കുന്ന പദ്ധതിയുടെ എംപവേർഡ് കമ്മിറ്റിയിൽ പ്രശ്നം ഉന്നയിക്കുമെന്നും MLA വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. കോട്ടയം പുതുപ്പള്ളി കൊച്ചാലുംമൂട്ടിൽ വാഹനാപകടത്തിൽ 3 മരണം. കാറും KSRTC ബസും കൂട്ടിയിടിച്ചാണ് അപകടം. മുണ്ടക്കയം സ്വദേശി ജിൻസിന്റെ അമ്മാവൻ പത്തനംതിട്ട കവിയൂർ സ്വദേശി മുരളി, മകൾ ജലജ എന്നിവരാണ് മരിച്ചത്. ജലജയുടെ മക്കളായ അതുൽ, അഷിൻ എന്നിവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. വൈകുന്നേരം 6:15ഓടെയാണ് അപകടമുണ്ടായത്. ഗോത്രവിഭാഗങ്ങളുടെ പാർശ്വവൽകൃത ജീവിതം കെഞ്ചീര എന്ന സിനിമയായപ്പോൾ നായികവേഷമിട്ട വയനാട് പത്തിൽക്കുന്ന് ആദിവാസി കോളനിയിലെ വിനിഷ രവി എന്ന +1 വിദ്യാർത്ഥിനിക്ക് അത് സ്വന്തം ജീവിതം തന്നെയായിരുന്നു. ഇത്തവണത്തെ മികച്ച 2ാമത്തെ സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കെഞ്ചീരയ്ക്കായിരുന്നു. ആദിവാസി ജീവിതവുമായി ഏറെ അടുത്തു നിൽക്കുന്ന ഒന്നായിരുന്നു കെഞ്ചിര. ടൈറ്റിൽ കഥാപാത്രമായ കെഞ്ചിര എന്ന ആദിവാസി ബാലികയായി അഭിനയിച്ച വിനുഷ രവിക്ക് തന്റെ സമൂഹം നേരിടുന്ന നിരവധി ദുരിതങ്ങളുടെ അവതരണമായിരുന്നു സിനിമ. പത്തിൽക്കുന്ന് കോളനിയിലെ രവിയുടെയും ഇന്ദുവിന്റെയും 4 മക്കളിൽ ഒരാളായ വിനുഷയുടെ കുടുംബം പണിതീരാത്ത വീടിനു പുറത്തെ ഈ ഷെഡിലാണ് കഴിയുന്നത്. താൻ നായികയായ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയെന്ന വാർത്തയുടെ അമ്പരപ്പ് ഇനിയും മാറിയിട്ടില്ല വിനുഷയ്ക്ക്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ വലിയച്ഛനും 2 വലിയച്ഛന്മാരും അവരെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അച്ഛനമ്മൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ സാറന്മാരെ ടീച്ചർമാരെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. സിനിമയിൽ ഇനിയും അഭിനയിക്കണമെന്ന ആഗ്രഹമുണ്ട്. ഈ സിനിമ തങ്ങളുടെ തന്നെ ഭാഷാ പരിസരത്തായിരുന്നതുകൊണ്ട് അഭിനയം ബുദ്ധിമുട്ടായി തോന്നിയില്ല. പഠനത്തിനിടയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ അഭിനയിക്കണം. അതിനു മുൻപ് ചോർന്നൊലിക്കുന്ന ഷെഡിൽ നിന്ന് മാറണം. അങ്ങനെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് ഈ പുതിയ നായികയ്ക്ക്. തിരുവനന്തപുരം, ഗോവ ചലച്ചിത്രമേളകളിലും മനോജ് ഖാന സംവിധാനം ചെയ്ത ഈ ചിത്രം മികച്ച അഭിപ്രായം നേടിയിരുന്നു. ന്യൂസ് 18 വയനാട്. മഹാകവിയുടെ വേർപാടറിയാതെ അദ്ദേഹത്തിനുള്ള തപാലുകൾ എത്തി. കഴിഞ്ഞ ദിവസം അന്തരിച്ച മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കുള്ള തപാലുകളാണ് വസതിയായ കുമരനെല്ലൂരിലെ ദേവയാനത്തിൽ എത്തിയത്. മഹാകവി തെക്ക് ചിത തേടിപ്പോയതറിയാതെ ദേവായനത്തിൽ വീണ്ടും കത്തുകളെത്തി.
പതിവ് പോലെ തപാലുകളുമായി പോസ്റ്റ്മാൻ മണികണ്ഠൻ ദേവാലയത്തിലെത്തി. കവിയില്ലാത്ത ദേവായനം ഒരു മുറിവായി അനുഭവപ്പെടുന്നുവെന്ന് പോസ്റ്റ്മാൻ പറയുന്നു. പുസ്തകങ്ങളൊന്നും ഉണ്ടാവും, എല്ലാ ദിവസവും ഉണ്ടാവും. എല്ലാ ദിവസവും കത്ത് വരുന്നൊരു വീടാണ്. അദ്ദേഹത്തിന് അസുഖമായിട്ട് കിടക്കുന്നവരെ കൊടുക്കാറുണ്ട്, കയ്യിൽ തന്നെ കൊടുത്ത്. കവിക്കായി എത്തിയ തപാലുകൾ മരുമകൾ ബിന്ദു കൈപ്പറ്റി. മലയാളത്തെ ലോകത്തോളം എത്തിച്ച കവിതകൾ പിറവികൊണ്ട ഇടം മറ്റൊരിക്കലും കണ്ടിട്ടില്ലാത്ത ശൂന്യതയിലാണ് ഇപ്പോൾ. ന്യൂസ് 18 പട്ടാമ്പി. വിനോദസഞ്ചാര ഭൂപടത്തിൽ ബ്ലൂ ഫ്ലാഗ് പട്ടികയിൽ ഇടം നേടിയ കോഴിക്കോട് കാപ്പാട് ബീച്ച് സന്ദർശകർക്കായി അണിഞ്ഞൊരുങ്ങുന്നു. കോവിഡ് നിയന്ത്രണത്തിന് ഇളവ് ലഭിക്കുന്നതോടെ മുഖമാറിയ ബീച്ചിലേക്കാകും സന്ദർശകർ എത്തുക. ബീച്ചിന്റെ സൗന്ദര്യവൽക്കരണം അവസാന ഘട്ടത്തിലാണ്. ബ്ലൂ ഫ്ലാഗ് മാനദണ്ഡങ്ങൾ കടന്നാണ് കാപ്പാട് ബീച്ച് അന്താരാഷ്ട്ര പട്ടികയിൽ ഇടം നേടിയത്. പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായ കേരളത്തിലെ ഏക ബീച്ചായിരിക്കുന്നു കാപ്പാട്. ബീച്ചിലെ സൗന്ദര്യവൽക്കരണം അവസാന ഘട്ടത്തിലാണ്. കേന്ദ്ര സർക്കാർ ബീച്ച് സൗന്ദര്യവൽക്കരണത്തിന് 8 കോടി രൂപയാണ് അനുവദിച്ചത്. സഞ്ചാരികളുടെ സുരക്ഷ, പാർക്കുകൾ, കടൽവെള്ളത്തിൽ ഇറങ്ങി വരുന്നവർക്ക് കുളിക്കാൻ ശുദ്ധജലം, മനോഹരമായ ഇരിപ്പിടങ്ങൾ, ഉയർന്ന നിലവാരമുള്ള ടോയ്ലറ്റുകൾ, ഇതൊക്കെയാണ് കേരളത്തിലെ മറ്റുള്ള ബീച്ചുകളിൽ നിന്ന് കാപ്പാടിനെ വ്യത്യസ്തമാക്കുന്നത്. ഏറ്റവും കൂടുതൽ സേഫ്റ്റി നോക്കിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു ബീച്ചായി മാറുകയാണ്. പരിസ്ഥിതി സൗഹൃദമായ, പൊല്യൂഷൻ തീരെയില്ലാതെ ഏറ്റവും നല്ല വാട്ടർ ക്വാളിറ്റിയുള്ള ഒരു ബീച്ചായിട്ടാണ് ഈ കാപ്പാട് ബീച്ച് മാറാൻ പോകുന്നത്. ദിനവും കാപ്പാട് ബീച്ച് പരിപാലനത്തിന് 30-ലധികം തൊഴിലാളികളുണ്ട്. ഡെൻമാർക്ക് ആസ്ഥാനമായുള്ള ഫൗണ്ടേഷൻ ഓഫ് എൻവയോൺമെന്റ് എഡ്യൂക്കേഷനാണ് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് അംഗീകാരം നൽകിയത്. കാപ്പാട് ഉൾപ്പെടെ രാജ്യത്തെ 8 ബീച്ചുകൾക്ക് ബ്ലൂ ഫ്ലാഗ് അംഗീകാരം ലഭിച്ചു. കാപ്പാട് ബീച്ചിനെ വാസ്കോഡഗാമയുടെ സന്ദർശനവുമായി കൂട്ടിവായിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ മറ്റൊരു ബഹുമതി കൂടി കാപ്പാട് ബീച്ചിന് ലഭിച്ചിട്ടുണ്ട്. ബ്ലൂ ഫ്ലാഗിൽ ലോകത്തിന്റെ നെറുകയിലാണ് ഈ കോഴിക്കോടൻ ബീച്ച്. ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കോവിഡ് കാലത്ത് കൂടെ കൂട്ടിയ പ്രിയപ്പെട്ട തത്ത നഷ്ടപ്പെട്ട സങ്കടത്തിൽ കഴിയുന്ന 2 സഹോദരങ്ങളുണ്ട് കോഴിക്കോട്. പൊറ്റമൽ കാട്ടുകുളങ്ങരയിലെ ജീനാനും ഇനാനിയും. 4 മാസം മുൻപ് കുഞ്ഞായിരിക്കുമ്പോൾ വാങ്ങിയ സൺകാനിയർ ഇനത്തിൽപ്പെട്ട തത്തയാണ് എങ്ങോ പറന്നുപോയത്. തത്തയെ കണ്ടെത്താൻ പത്രപരസ്യം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ജിനാനും ജനീസയും. ഒരു ദിനം കൂട്ടിൽ നിന്നിറങ്ങിയപ്പോൾ കമ്പിയിൽ കുരുങ്ങിയതാണ് വിനയായത്. അന്ന് പറന്ന് കാണാമറയത്തേക്ക് പോയ ചിക്കു പിന്നെ തിരിച്ചു വന്നില്ല. ഇവിടെ നിന്ന് ഇപ്പോൾ പുറത്തൊരാൾ വന്ന് കഴിഞ്ഞാൽ ബെല്ലടിച്ച് കഴിഞ്ഞാൽ അതന്നെ ഒച്ചുണ്ടാക്കി കൊടുക്കും. ബെല്ലിൻ്റെ ആവശ്യമില്ല ഇവിടെ. അപ്പോൾ ഭയങ്കര നല്ല ഒച്ച ഉണ്ടാക്കും. നല്ല രസമായി. നമ്മളെ മേത്ത് തന്നെ ഉണ്ടാവുക. കൂടിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ നമ്മളെ മേത്തേ ഉണ്ടാവും. നമ്മള് ഇങ്ങനെ ഇടയ്ക്ക് തുറന്ന് കൂടെ പറന്ന് കളിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കൂ. പിന്നെ തുറന്നാൽ മതി, പിന്നെ അങ്ങോട്ടേക്ക് വരും. ഇല്ല, ഇത് വളർത്താൻ പറഞ്ഞു. നല്ലോണം വളർത്തണം. നല്ല ഫുഡൊക്കെ കൊടുത്തിട്ട് അധികം കൂട്ടിൽ അങ്ങനെ ഇടരുത്. കൂട്ടിലിട്ടാണ് ഒച്ച ഉണ്ടാക്കൂ. പിന്നെ നമ്മൾ തുറന്നിടും. അധികം പുറത്താണ്ടാവാം. പിന്നെ കുറച്ച് തന്നെ കൂട്ടിലിടും നമ്മൾ തിരക്കിലൊക്കെ ആകുമ്പോൾ. സ്വരൂപ് നിവേദ്യക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. കൊച്ചി കാര്യം. കൊച്ചിയിലെത്തിയാൽ ഇനി കുതിരസവാരിയും നടത്തി മടങ്ങാം. 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് കുതിരയോട്ടം പഠിപ്പിക്കുകയാണ് കൊച്ചിയിലെ വിന്റേജ് ഹോഴ്സ് റൈഡിംഗ് ക്ലബ്ബ്. കുട്ടിക്കാലം മുതൽ കേട്ട കഥകളിലെ വീരകഥാപാത്രങ്ങൾ, സിനിമകളിൽ കുതിരപ്പുറത്ത് വരുന്ന നായികന്മാർ, കുതിരയോടുള്ള മലയാളിയുടെ കമ്പം കഥകളിൽ ഒതുങ്ങില്ല. കുതിര സവാരിയും കൊതിക്കുന്നവരേറെ. അങ്ങനെയുള്ളവർക്ക് കുതിരയെ പരിപാലിക്കുന്നത് മുതൽ കുതിരയോട്ടം വരെ പഠിപ്പിക്കാൻ കൊച്ചി പറവൂരിലെ വിന്റേജ് ഹോഴ്സ് റൈഡിംഗ് ക്ലബ്ബ് റെഡി. ചെറുപ്പം പോലെ തന്നെ കുതിരനെ തമിഴ്നാടൊക്കെ പോകുമ്പോൾ കണ്ട് അങ്ങനെ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ വാങ്ങി വന്ന്. ആദ്യം ഞാനൊരു ചെറിയ കുതിരനെ വാങ്ങി. അതിനുശേഷമാണ് കുറച്ച് പറഞ്ഞ പോലെ കത്തിയാവരി ഇനത്തിൽപ്പെട്ട കുതിരനെ വാങ്ങി. അതിനുശേഷം തെറോബ്രിയുടെ ഇനത്തിൽപ്പെട്ട കുതിരനെ വാങ്ങി.
അങ്ങനെയാണ് എന്നോടുള്ള ഭ്രമം മൂത്തിട്ട് ഇങ്ങനെ റൈഡിംഗ് ക്ലബ്ബിൽ എത്തിയിരിക്കുന്നത്. രാവിലെയും വൈകിട്ടുമായി 30 ദിവസത്തെ ക്ലാസുകൾ. ആൺകുട്ടികളും പെൺകുട്ടികളും കുതിരസവാരി പഠിക്കാൻ ഇവിടെ എത്തുന്നുണ്ട്. സിനിമയിലും കാർട്ടൂണുകളിലുമൊക്കെ കണ്ടാണ് പലർക്കും കുതിരയോടുള്ള കമ്പം തുടങ്ങിയത്. ഈ റൗണ്ടിൽ ഞങ്ങളെ നടത്തിച്ചു. അത് കഴിഞ്ഞ് ത്രോട്ട് നെക്സ്റ്റ് സ്പീഡ് എടുത്തു. അങ്ങനെ ഒരു 8 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നല്ല കോൺഫിഡൻസ്. നല്ലൊരു ഏരിയയാണിത്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ യൂട്യൂബിൽ കുറേ പേരും കുറേ കുതിരയൊക്കെ ഓടിക്കണ കണ്ടപ്പോൾ എനിക്ക് പണ്ട് കുഞ്ഞിലെ മുതൽ ക്രേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ചേർന്നതാണ്. വിവിധ ഇനങ്ങളിലായി 10ഓളം കുതിരകളാണ് ഇവിടെയുള്ളത്. കൊച്ചിയിലെ ഈ പരിശീലന കേന്ദ്രത്തിലേക്ക് എത്തിയാൽ കുതിര സവാരി നല്ല അസാധ്യമായി പഠിച്ചു മടങ്ങാം. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം വിനീത വിജി, ന്യൂസ് 18. ആദ്യ വാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കുക.